എറണാകുളത്ത് ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ വിജയം. 2019 തന്റെ തന്നെ ഭൂരിപക്ഷം മറികടന്ന ഹൈബി തുടക്കം മുതൽ മുന്നിട്ട് നിന്നിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും മറ്റു സ്ഥാനാർത്ഥികൾക്ക് ലീഡിന് ഇട നൽകാതിരുന്ന ഹൈബി ഭൂരിപക്ഷം 2 ലക്ഷമായി ഉയർത്തി. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ മുന്നിട്ട് നിന്നിരുന്നു. പിന്നീട് ആദ്യ മണിക്കൂറിൽ ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ 20,000 വോട്ടിന്റെ വ്യത്യാസമായ ലീഡ്. തുടർന്ന് ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ലീഡ് ഉയർന്നുകൊണ്ടിരുന്നു. 2ാം റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ DCC ആസ്ഥാനത്ത് ആഘോഷങ്ങൾ തുടങ്ങി. അഞ്ചാം റൗണ്ടിൽ 1 ലക്ഷവും 9ാം റൗണ്ടിൽ 2 ലക്ഷവുമായി ലീഡ് ഉയർത്തി. ഒടുവിൽ മുഴുവൻ റൗണ്ടുകളും പൂർത്തിയായപ്പോൾ ഭൂരിപക്ഷം റെക്കോർഡിലെത്തി. 6493 പോസ്റ്റൽ വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ അതിൽ 3328 വോട്ടുകളും ഹൈബി നേടി. ഭൂരിപക്ഷത്തിൽ 1999 അച്ഛൻ ജോർജ് ഈഡന്റെ റെക്കോർഡ് 20 വർഷങ്ങൾക്ക് ശേഷം 2019 തകർത്ത ഹൈബി ഇത്തവണയും അത് ആവർത്തിച്ചു. തന്റെ തന്നെ ഭൂരിപക്ഷമായ 1,69,153 വോട്ട് എന്നത് 1 ലക്ഷത്തോളമായി ഉയർത്തിയാണ് വലതിന്റെ ഉരുക്കുകോട്ടയായ എറണാകുളം ഹൈബി നിലനിർത്തിയത്. ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ ഹൈബി വിജയം കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുവെന്നും പ്രതികരിച്ചു. എറണാകുളത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി കടക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ 1,69,000 വോട്ട് എന്ന പോളിംഗ് ശതമാനം 77% ആ പോളിംഗ് ശതമാനം 68% കുറഞ്ഞപ്പോഴും ഒരു തിളക്കമാർന്ന അഭിമാനകരമായ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. DCC ഓഫീസിലെത്തിയ ഹൈബി ഈഡനെ പ്രവർത്തകർ ആവേശത്തോടെ വരവേറ്റു. വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും സമഗ്ര ആധിപത്യമാണ് സിറ്റിംഗ് MP കൂടിയായ ഹൈബി ഈഡൻ പുലർത്തിയത്. പരമ്പരാഗത കോൺഗ്രസ് കോട്ടയായ എറണാകുളം ഇത്തവണയും ആ പാരമ്പര്യം കാത്തപ്പോൾ അതിന് ഇരട്ടി മധുരം നൽകുന്നതായിരുന്നു ഹൈബിയുടെ ഇത്തവണത്തെ വിജയം. ന്യൂസ് മലയാളം, എറണാകുളം.